Module 5 Winding Up. Winding up of a company. A company is an artificial person created under laws. Its affairs can be put to an end by the process of law known as winding up. അപ്പോൾ കമ്പനി എന്ന് പറയുന്നത് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലോ വഴി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നിയമങ്ങൾ വഴി സ്ഥാപിതമായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? അതിൻ്റെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ആയിരിക്കും. ദെൻ ലോ വഴി ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോസസ്സുകൾക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫങ്ഷനിങ്ങിന് എൻഡ് ചെയ്യണം അല്ലെങ്കിൽ ആ ഫങ്ഷനിങ് നിർത്തണം എന്നുണ്ടെങ്കിൽ അതും ലോ മൂലമാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കംപ്ലീറ്റ് ക്ലോഷർ ഓഫ് ദ ഫങ്ഷനിങ് ഓഫ് എ കമ്പനി. The various provisions and the processes involved in winding up of a company are discussed in this chapter. വൈൻഡിങ് അപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ കമ്പനിയുടെ ഈ ഒരു വൈൻഡിങ് അപ്പ് എന്നുള്ള മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് വൈൻഡിങ് അപ്പ്. In the words of Professor Gover, winding up of a company is the process whereby its life is ended and its property administered for the benefit of its creditors and members. An administrator called a liquidator is appointed and then controls the company, collects its asset, pays off debts, and finally distributes the surplus among the members in accordance with their rights. അപ്പോൾ കമ്പനിയുടെ ലൈഫ് ഇവിടെ എൻഡ് ചെയ്യുന്നതാണ്. അതായത് കമ്പനിയുടെ ഫുൾ ഫങ്ഷനിങ് ഇവിടെ ക്ലോസ് ചെയ്യാണ്. ദെൻ അവരുടെ പ്രോപ്പർട്ടീസ്, കമ്പനിയുടെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന് എന്തെങ്കിലും പേയ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് പേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ മെമ്പേഴ്സിനും അവരുടെ ബെനിഫിറ്റൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ദെൻ അഡ്മിനിസ്ട്രേറ്റർ കോൾഡ് ലിക്വിഡേറ്റർ എന്ന് പറയുന്ന ഒരു പേഴ്സണെയാണ് നമ്മളിവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് വൈൻഡിങ് അപ്പിൻ്റെ ടൈമിൽ. ആ പേഴ്സണാണ് അവിടെ കമ്പനിയിലെ ബാക്കിയുള്ള അസറ്റ്സിനൊക്കെ കളക്ട് ചെയ്തിട്ട് ഡെപ്റ്റുകൾ എന്തെങ്കിലും കടങ്ങൾ എന്തെങ്കിലും പേ ചെയ്യാണ്ടെങ്കിൽ അതൊക്കെ പേ ഓഫ് ചെയ്യുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് ഡെപ്റ്റുകൾ പേ ഓഫ് ചെയ്തിട്ട് ബാക്കി വരുന്ന സർപ്ലസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയുള്ള മെമ്പേഴ്സിൻ്റെ, കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഓരോരുത്തരുടെ റൈറ്റ് അനുസരിച്ച് അവർക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, then next, winding up is a process by which a company is dissolved. It puts an end to the life of a company. കമ്പനി ഇവിടെ ഡിസോൾവ് ചെയ്യുകയാണ്, കമ്പനിയുടെ ഫുൾ ഫങ്ഷനിങ്ങും എൻഡ് ചെയ്യുന്നുണ്ട്. During the process of winding up, all the assets of a company are collected and its debt are paid off out of a company's assets or from contributions by the members. അപ്പോൾ കമ്പനി നേരത്തെ പറഞ്ഞത് തന്നെയാണ്, കമ്പനിയുടെ അസറ്റ്സിനൊക്കെ കളക്ട് ചെയ്യുന്നു. അസറ്റ്സിൽ നിന്ന് കിട്ടാനുള്ള പേയ്മെൻറ്റ്സിനൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ഡെപ്റ്റുകളൊക്കെ പേ ഓഫ് ചെയ്ത് തീർക്കുന്നു. ദെൻ ചിലപ്പോൾ അസറ്റ്സിൽ നിന്നാവാം നമ്മൾ ഡെപ്റ്റുകൾ പേ ഓഫ് ചെയ്യുന്നത്. ഇൻ കേസ് അസറ്റ്സിൽ നിന്ന് കിട്ടില്ല എന്നുണ്ടെങ്കിൽ മെമ്പേഴ്സ്, അവിടെയുള്ള കമ്പനിയുടെ മെമ്പേഴ്സ് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അതുവഴിയായിരിക്കും ഡെപ്റ്റുകൾ, കടങ്ങളൊക്കെ പേ ഓഫ് ചെയ്ത് തീർക്കുന്നത്. If there is any surplus amount, it is duly returned to the members. സർപ്ലസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്പനിയിൽ മെമ്പേഴ്സിന് തന്നെ തിരിച്ചത് പേ ചെയ്യുന്നു. Thus, its life is terminated. അങ്ങനെ കമ്പനിയുടെ ലൈഫ് അവിടെ എൻഡ് ചെയ്യുകയാണ്. Then dissolution of a company. The dissolution of a company means the termination of the life of a company. It is the end result of the process of winding up. അപ്പോൾ വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മൾ എന്താണെന്നുള്ളത് പറഞ്ഞു. ആ പ്രോസസ്സിൻ്റെ എൻഡ് റിസൾട്ടിനെയാണ് നമ്മൾ ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. അവിടെ കമ്പനിയുടെ ലൈഫിനെ ടെർമിനേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുകയാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 481, when the affairs of a company have been completely wound up, the tribunal shall make an order of dissolution. അപ്പോൾ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ട്രിബ്യൂണൽ ഈ കമ്പനി ഡിസോൾവ് ചെയ്തതായിട്ട് ഒരു ഓർഡർ പാസ് ചെയ്യും. ഓക്കെ, സെക്ഷൻ 481 അനുസരിച്ച് the company would be dissolved from the date of such an order by the tribunal. അങ്ങനെ ഒരു ഓർഡർ ട്രിബ്യൂണൽ ഇറക്കി കഴിഞ്ഞാൽ ആ ഡേറ്റ് തൊട്ട് കമ്പനി ഡിസോൾവ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, ദെൻ മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ്. ഇനി ഏതൊക്കെ തരത്തിൽ നമ്മൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ വൈൻഡിങ് അപ്പ് ബൈ ദ ട്രിബ്യൂണൽ ഓർ കമ്പൽസറി വൗണ്ട് അപ്പ്. ദെൻ വോളണ്ടറി വൗണ്ട് അപ്പ്. അപ്പോൾ കമ്പൽസറി ആയിട്ട് ട്രിബ്യൂണൽ വഴി വൈൻഡിങ് അപ്പ് ചെയ്യുന്നതുണ്ട്, അതുപോലെ തന്നെ കമ്പനി സ്വമേധയാ വൈൻഡ് അപ്പ് ചെയ്യുന്നതുമുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് വൈൻഡിങ് അപ്പ് ബൈ ദ ട്രിബ്യൂണൽ, സെക്ഷൻ 272. Winding up of a company as per the order of the National Company Law Tribunal is termed as a compulsory wind up. അപ്പോൾ നാഷണൽ കമ്പനി ലോ അനുസരിച്ച് അതിൻ്റെ ഓർഡർ അനുസരിച്ച് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് എൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് കമ്പൽസറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. The tribunal may order the winding up of a company upon a petition filed by certain persons for its winding up. അപ്പോൾ ഈ ട്രിബ്യൂണലിൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ട്രിബ്യൂണൽ ഒരു ഓർഡർ ഇറക്കും, ഈ ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇറക്കുമ്പോഴാണ് കമ്പനി
കമ്പൽസറി വൈൻഡപ്പ് നടത്തിയെന്ന് പറയുന്നത്. അണ്ടർ കമ്പൽസറി വൈൻഡപ്പ് ദ ട്രിബ്യൂണൽ ഡയറക്ടേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ദ വൈൻഡപ്പ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ കമ്പൽസറി വൈൻഡിങ് അപ്പിൻ്റെ സിറ്റുവേഷനിൽ അവിടെ നടക്കുന്ന പ്രൊസീഡിങ്സിനൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും ട്രിബ്യൂണലായിരിക്കും. ദെൻ നെക്സ്റ്റ് ആണ് ഗ്രൗണ്ട് ഫോർ കമ്പൽസറി വൈൻഡപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. കമ്പൽസറി വൈൻഡിങ് അപ്പ് ടേക്ക് പ്ലേസ് വെൻ എ കമ്പനി ഈസ് ഡയറക്റ്റഡ് ടു ബി വൗണ്ട് അപ്പ് ബൈ ആൻ ഓർഡർ ഓഫ് ദ ട്രിബ്യൂണൽ. എ കമ്പനി മേ ബി വൗണ്ട് അപ്പ് ബൈ ദ ട്രിബ്യൂണൽ ഓൺ ദ ഫോളോയിങ് ഗ്രൗണ്ട്സ്. ഏതൊക്കെയാണ്? ഇഫ് കമ്പനി ഈസ് അൺഏബിൾ ടു പേ ഇറ്റ്സ് ഡെപ്റ്റ്സ്. കമ്പനിയുടെ കടങ്ങൾ ആ കമ്പനിക്ക് അടച്ചു തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾക്ക് കമ്പൽസറി വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. അതിൽ താഴെ പറയുന്നത് കമ്പനി ഷാൽ ബി ഡീംഡ് ടു ബി അൺഏബിൾ ടു പേ ഇറ്റ്സ് ഡെപ്റ്റ് ഇൻ എ ഫോളോയിങ് കേസസ്. താഴെ പറയുന്ന കേസുകളിലാണ് അവർക്ക് ഡെപ്റ്റ് പേ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് വൺ, ഇഫ് എ ഡയറക്ടർ എൻറ്റൈറ്റിൽഡ് ടു റിസീവ് എ സം എക്സീഡിംഗ് 1 lakh rupees demands a money in writing and the company does not pay the money within 21 days of the date of demand. If a creditor entitled to receive a sum exceeding 1 lakh rupees demands the money in writing and the company does not pay the money within 21 days of the date of demand. അപ്പോൾ നമ്മൾ പേ ചെയ്യാനുള്ള ആൾക്കാർ, കമ്പനിയുടെ ക്രെഡിറ്റർക്ക് നമ്മൾ കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. 1 ലക്ഷത്തിൽ കൂടുതലുള്ള എമൗണ്ട് കൊടുക്കാനുണ്ട്. ദെൻ ക്രെഡിറ്റർ നമ്മളുടെ അടുത്ത് കമ്പനീനോടത്ത് ഡിമാൻഡ് ചെയ്തു ഇൻ റൈറ്റിംഗ്, അതായത് ലെറ്റർ എഴുതിയിട്ട് അല്ലെങ്കിൽ ഒരു നോട്ടീസ് രൂപത്തിൽ നമ്മൾക്ക് പേ ചെയ്യാനുള്ള എമൗണ്ട് തിരിച്ചടക്കണം എന്നുള്ള ഒരു ഡിമാൻഡ് വെച്ചു. ദെൻ അതനുസരിച്ച് വിത്തിൻ 21 ഡേയ്സിന് 21 ദിവസത്തിനുള്ളിൽ നമ്മൾക്കത് തിരിച്ച് പേ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാം കമ്പനിക്ക് അവരുടെ ഡെപ്റ്റുകൾ പേ ഓഫ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കമ്പൽസറി വൈൻഡിങ് അപ്പ് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇഫ് എക്സിക്യൂഷൻ ഓർ അതർ പ്രോസസ്സസ് ടേൺഡ് അൺസാറ്റിസ്ഫൈഡ് ഇൻ ഹോൾ ഓർ ഇൻ പാർട്ട്. അപ്പോൾ കമ്പനിയുടെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സുകൾ അൺസാറ്റിസ്ഫൈഡ് ആണ്, അത് ഹോൾ പ്രോസസ്സുകളോ അല്ലെങ്കിൽ കമ്പനിയുടെ പാർട്ട്ലി പ്രോസസ്സുകളോ നടത്തുന്ന സമയത്ത് അതിൻ്റെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷനിങ് കറക്റ്റായിട്ടുള്ള രീതിയിലല്ല പോകുന്നത് എന്ന് തോന്നിയാലും നമ്മൾക്ക് പറയാം കമ്പനി കമ്പൽസറി വൈൻഡിങ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് എന്നുള്ളത്. ദെൻ ഇഫ് ദ ട്രിബ്യൂണൽ ഇസ് ഇൻ ആൻ ഒപ്പീനിയൻ ദാറ്റ് ദ കമ്പനി ഈസ് അൺഏബിൾ ടു പേ ഇറ്റ്സ് ഡെപ്റ്റ്, ദെൻ ട്രിബ്യൂണൽ തന്നെ തീരുമാനിക്കുകയാണ് കമ്പനിക്ക് അതിൻ്റെ കടങ്ങൾ അടച്ചു തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ട്രിബ്യൂണൽ തന്നെ മനസ്സിലാക്കുകയാണ് എന്നുണ്ടെങ്കിലും കമ്പൽസറി വൈൻഡിങ് അപ്പ് ചെയ്യും. Then next, if a company has by special resolution resolved that the company is wound up by the tribunal. അപ്പോൾ കമ്പനി അതിൻ്റെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് അതിൻ്റെ മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് തീരുമാനിക്കുകയാണ് കമ്പനി കമ്പൽസറി വൈൻഡിങ് അപ്പ് ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചാലും ഈ പറയുന്ന കമ്പൽസറി വൈൻഡിങ് അപ്പ് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ്, ഇഫ് എ കമ്പനി ഹാസ് ആക്റ്റഡ് എഗെയിൻസ്റ്റ്, ചില കാര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കമ്പൽസറി വൈൻഡിങ് അപ്പ് ചെയ്യാം. അതെന്തൊക്കെയാണ് ആക്റ്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് കമ്പൽസറി വൈൻഡിങ് അപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് താഴെ പറയുന്നു. ഫസ്റ്റ് വൺ, ദ ഇൻട്രസ്റ്റ് ഓഫ് ദി സോവറൈനിറ്റി ആൻഡ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെയും അതുപോലെ തന്നെ നമ്മളുടെ രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റിന് അല്ലെങ്കിൽ അതിന് രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കും ലോസിനൊക്കെ ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിച്ചാൽ ആ കമ്പനി കമ്പൽസറി വൈൻഡിങ് അപ്പ് ചെയ്യണം. ദെൻ ദ സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ആക്ടിവിറ്റീസ് സ്റ്റേറ്റിൻ്റെ, അതായത് അത് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റിൻ്റെ സെക്യൂരിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും കമ്പൽസറി വൈൻഡിങ് അപ്പ് ചെയ്യും. ദെൻ ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ഫോറിൻ സ്റ്റേറ്റുകളുമായിട്ട് ഉള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഓപ്പോസിറ്റ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ആക്ട് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ദെൻ പബ്ലിക് ഓർഡർ, ഡീസൻസി ഓർ മൊറാലിറ്റി, ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടും കമ്പനി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കമ്പൽസറി വൈൻഡിങ് അപ്പ് ഓർഡർ ചെയ്യാവുന്നതാണ്. Then next, if the tribunal has ordered the winding up of a company has a sick company under Chapter 90. This chapter deals with the revival and rehabilitation of sick companies. അപ്പോൾ ട്രിബ്യൂണൽ നമ്മുടെ കമ്പനിയെ ചാപ്റ്റർ 19 അനുസരിച്ച് കമ്പനി സിക്ക് കമ്പനിയാണ് എന്നുള്ള രീതിയിൽ കമ്പനിയെ അങ്ങനെ ഒരു കാറ്റഗറിയിൽ പെടുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ട്രിബ്യൂണൽ കമ്പൽസറി വൈൻഡിങ് അപ്പ് ഓർഡർ ചെയ്യും. Then, if on an application made by the registrar or any other person authorized by the central government by notification under this act, the tribunal is in an opinion that the affairs of a company have been conducted in the fraudulent manner. അപ്പോൾ കമ്പനിയുടെ ആക്ടിവിറ്റീസ്
ഫ്രോഡുലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ലോയിനെതിരായിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ്റിന് നോട്ടിഫിക്കേഷൻ വന്നാലോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ രജിസ്ട്രാറോ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ട്രിബ്യൂണലിൽ എടുത്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിലും ഈ കമ്പൽസറി വൈൻഡിങ് അപ്പ് ചെയ്യും. അതായത് കമ്പനിയുടെ ആക്ടിവിറ്റീസ് ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് എന്നുള്ളത് രീതിയിലുള്ള ആപ്ലിക്കേഷൻ ട്രിബ്യൂണലിലേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ട്രിബ്യൂണൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് ഓർഡർ ചെയ്യാം. ദെൻ ഇഫ് എ കമ്പനി ഹാസ് മെയ്ഡ് എ ഡിഫോൾട്ട് ഇൻ ഫയലിംഗ് വിത്ത് ദ രജിസ്ട്രാർ its financial statements or annual report for immediately preceding 5 consecutive financial years. കമ്പനിയുടെ ഇപ്പോൾ കറണ്ട് ഇയറിന് മുന്നുള്ള 5 ഇയേഴ്സിൽ കമ്പനിയുടെ അഫെയേഴ്സും അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ആനുവൽ റിപ്പോർട്ട്സൊക്കെ ഡിഫക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള രീതിയിലല്ല അത് ഫയൽ ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിലും കമ്പൽസറി വൈൻഡിങ് അപ്പ് ചെയ്യാം. ദെൻ ഇഫ് എ ട്രിബ്യൂണൽ ഇസ് ഓഫ് എൻ ഒപ്പീനിയൻ ദാറ്റ് ഇറ്റ് ഈസ് ജസ്റ്റ് ആൻഡ് ഈക്വലൻറ്റ് ദാറ്റ് ദ കമ്പനി ഷുഡ് ബി വൗണ്ട് അപ്പ്. അപ്പോൾ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ശരിക്കും നല്ല രീതിയിൽ നടക്കുന്നില്ല, കമ്പനി കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല, ഇതിൽ നല്ലത് കമ്പനി വൗണ്ട് അപ്പ് ചെയ്യുന്നതാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നാലും കമ്പൽസറി വൈൻഡ് അപ്പ് ഓർഡർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ആണ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ക്ലോസ്. നമ്മളിപ്പോൾ പറഞ്ഞു, ലാസ്റ്റ് പോയിന്റിൽ നമ്മൾ പറഞ്ഞിരുന്നു, ജി പോയിന്റിൽ പറഞ്ഞെന്താണ്, ഇറ്റ്സ് ഒപ്പീനിയൻ ദാറ്റ് ഇറ്റ് ഈസ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ദാറ്റ് ദ കമ്പനി ഷുഡ് ബി വൗണ്ട് അപ്പ്. അപ്പോൾ ഇനി ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. The tribunal may order the wound up of a company whether it appears to be just and equitable. The tribunal enjoys very wide powers. It may order the wound up in the following cases. അപ്പോൾ കമ്പനിയുടെ ഇപ്പോഴുള്ള ഫംഗ്ഷനിങ് വെച്ച് നോക്കുമ്പോൾ കമ്പനി വൗണ്ട് അപ്പ് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളത് തോന്നിയിട്ടുണ്ടെങ്കിൽ, അതായത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിലല്ല, അതിൽ ലോസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ള രീതിയിൽ കമ്പനിയുടെ ഫംഗ്ഷനിങ് പോവുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി വൗണ്ട് അപ്പ് ചെയ്യാനുള്ളൊരു ഓർഡർ ഇറക്കാം. അപ്പോൾ ഏതൊക്കെയാണ് സിറ്റുവേഷൻ എന്നുള്ളതാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ, deadlock in management, when shareholdings are more or less equal and there is a deadlock in a company. അതായത് കമ്പനിയുടെ പ്രോസസ്സുകളൊക്കെ ബ്ലോക്ക് ആയി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, അതിനാണ് ഡെഡ്ലോക്ക് ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കമ്പനിയുടെ ഫുൾ റിസോഴ്സസ് അല്ലെങ്കിൽ കമ്പനിയുടെ റിസോഴ്സസൊക്കെ ലോക്കായി കിടക്കുകയാണ്, നമ്മൾക്കിനി ഫർദർ ഫംഗ്ഷനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കമ്പനിയുടെ ഫുൾ പ്രോസസ്സിങ് ബ്ലോക്കായി കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഡെഡ്ലോക്ക് ഇൻ മാനേജ്മെൻറ്റ്. ദെൻ ലോസ് ഓഫ് സബ്സ്ട്രാറ്റം, ദാറ്റ് മീൻസ് ലോസ് ഓഫ് എയിം, ഒരു ഓർഗനൈസേഷൻ്റെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ലോസ്റ്റ് ആവുന്ന ഒരവസ്ഥ. The substratum of a company is deemed to be lost when, first one, the subject matter of a company is gone. കമ്പനിയുടെ സബ്ജക്റ്റ് മാറ്റർ, എന്തിനു വേണ്ടിയിട്ടാണോ അത് ഫോം ചെയ്തിട്ടുള്ളത് ആ സബ്ജക്റ്റ് മാറ്റർ ഇപ്പോൾ നിലവിലില്ല എന്നുണ്ടെങ്കിൽ. ദെൻ ദ സബ്ജക്റ്റ് ഫോർ വിച്ച് ഇറ്റ് വാസ് ഇൻകോർപ്പറേറ്റഡ് ഇസ് ഫെയിൽഡ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഒബ്ജക്റ്റീവ് ഫെയിലായി, അതായത് അത് അറ്റൈൻ ചെയ്യാൻ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ. ദെൻ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ക്യാരി ഓൺ എ ബിസിനസ് എക്സെപ്റ്റ് അറ്റ് ലോസ്. അപ്പോൾ ലോസിലല്ലാതെ ഇനി കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഇനി കമ്പനി മുന്നോട്ട് പോയാൽ ലോസ് മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രോഫിറ്റ് ഉണ്ടാകില്ല എന്നുള്ളൊരവസ്ഥ. ദെൻ ദ എക്സിസ്റ്റിംഗ് അസറ്റ്സ് ആർ ഇൻസഫിഷ്യൻറ്റ് ടു മീറ്റ് ദ എക്സിസ്റ്റിംഗ് ലയബിലിറ്റീസ് ഓഫ് എ കമ്പനി. അപ്പോൾ കമ്പനിയുടെ ഇപ്പോൾ ഉള്ള അസറ്റുകൾ, ഇപ്പോൾ നിലവിലുള്ള അസറ്റുകൾ കമ്പനിയുടെ ലയബിലിറ്റീസിനേക്കാളും കുറവാണ്, അതായത് കമ്പനിയുടെ ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള അസറ്റ്സ് കമ്പനിക്ക് ഇല്ല എന്നുണ്ടെങ്കിലും ഈ പറയുന്ന എന്താണ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ടു വൈൻഡിങ് അപ്പ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് ആണ് opposition of minority, where the management of a company follows an oppressive policy towards the minority shareholders, it is sufficient ground for winding up of a company. അതായത് കമ്പനി മാനേജ്മെൻറ്റ് അവിടെയുള്ള മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്തുള്ള അവരുടെ അപ്രോച്ച് നല്ല രീതിയിലല്ല, അല്ലെങ്കിൽ അവരുടെ റൈറ്റുകളെ താഴ്ത്തി കെട്ടുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളത്. അങ്ങനൊരു സിറ്റുവേഷനിലും ഈ കമ്പനി ജസ്റ്റ് ഇക്വിറ്റബിൾ ടു വൈൻഡ് അപ്പ് എന്ന് പറയാം. Then fraudulent purpose, where a company has been formed to carry on any fraudulent or illegal business, it is just unequitable to order its wind up. അപ്പോൾ കമ്പനി ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ഏർപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾക്ക് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. Then public interest, where public interest demand the tribunal may order winding up of a company. Then പബ്ലിക്കിൻ്റെ സൈഡിൽ നിന്നും ഈ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ളൊരു ഓപ്പോസിഷൻ വന്നു കഴിഞ്ഞാലും ട്രിബ്യൂണൽ കമ്പനിയുടെ വൈൻഡ് അപ്പ് ഓർഡർ ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.